പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 7-ാമത്തെ സങ്കീർത്തനമാണ്. 7-ാമത്തെ സങ്കീർത്തനം കേവലം 17 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ തലക്കെട്ട് തന്നെ. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ആലപിക്കുന്ന ഒരു വിലാപ ഗാനമാണിത്. ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നീതി നടപ്പാക്കി തരണം എന്നുള്ളതാണ്. തെറ്റ് ചെയ്യുന്നവനെ ദൈവം ശത്രുവിന്റെ കരങ്ങളിലൂടെ ശിക്ഷിക്കുന്നു എന്നുള്ളതും ഈ സങ്കീർത്തകൻ പറയുന്നുണ്ട്. ദുഷ്ടന്റെ തിന്മയും ദൈവഭക്തന്റെ സത്യസന്ധതയും നന്മയും മുൻപിൽ വിവരിക്കുമ്പോൾ ദൈവ ന്യായാസനത്തിങ്കൽ ഇരുന്ന് നീതി വിധിക്കുകയാണ് ചെയ്യുന്നത്. നീതി വിധിക്കുമ്പോൾ ദൈവമേ, ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: പിന്തിരിഞ്ഞ് നന്മ പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ എന്നുള്ളതാണ്. ദൈവത്തെ ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ദൈവം തന്റെ നീതിവിധിക്കായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്ക് അനുഗുണമായിട്ട് ഫലം തരുന്നവനാണ് ദൈവം. നീതിമാനായ ദൈവമേ, അങ്ങയുടെ ശക്തമായിട്ടുള്ള കരങ്ങൾ കൊണ്ട് എല്ലാ തിന്മകളെയും തള്ളിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയിൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വിളിച്ച് അപേക്ഷിക്കാം. ഇന്നത്തെ ദിവസത്തില് ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൽ ആമേൻ.